ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 നടന്ന ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സർവേയർ ഗ്രേഡ് 2 ഹൈഡ്രോജിയോളജി, അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രേഡ്സ്മെൻ സർവേ എന്ന ഈ പോസ്റ്റിലേക്ക് നടന്ന ഒരു കോമൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിൽ ചോദിച്ചിട്ടുള്ള 100 ക്വസ്റ്റ്യനും PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സും ആണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോ ഒരു മാരത്തൺ വീഡിയോ ആണ്. ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മാത്രമാണ് ഇതിൽ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ പാർട്ടാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്രയിലൊക്കെ ആകുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. 4/11/2022 ഈ എക്സാം നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് കോഡ് സ്പെസിഫൈസ് ദ സൈസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിന്റെ സൈസും ലേഔട്ടും പറയുന്ന കോഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, IS 10711 1983. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഇൻ വിഡ്ത്ത് ടു ലെങ്ത്. നമ്മളൊരു ഡ്രോയിങ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഡ്രോയിങ് ഷീറ്റിന്റെ വിഡ്ത്ത് ടു ലെങ്ത്തിന്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1:√2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ ഡെസിഗ്നേഷൻ ഓഫ് 297x420 mm സൈസ് പേപ്പർ ആസ് പെർ BIS. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം 297/420 mm പേപ്പർ സൈസ് ഏതാണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, A3. അടുത്ത ക്വസ്റ്റ്യൻ, ഹാച്ചിങ് ലൈൻ ഷുഡ് ബി ഡ്രോൺ അറ്റ് ആൻ ആംഗിൾ ഓഫ്. ഹാച്ചിങ് ലൈന് എത്ര ആംഗിളിലാണ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 45 ഡിഗ്രി. ഹൈറ്റ് ഓഫ് ലെറ്ററിംഗ് ഈസ് യൂസ്ഡ് ഇൻ സബ് ടൈറ്റിൽസ്. സബ് ടൈറ്റിൽസിൽ ലെറ്ററിംഗിന്റെ ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ്. നമുക്ക് പല ഹൈറ്റ് ഓഫ് ലെറ്ററിംഗ്സും പഠിക്കാനുണ്ട്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 3 to 6 mm. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ഫ്രം ഔട്ട്ലൈൻ ആൻഡ് ഡയമെൻഷൻ ലൈൻ ഇൻ എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിൽ ഔട്ട്ലൈനിൽ നിന്ന് ഡയമെൻഷൻ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 8 to 10 mm. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ മാക്സിമം ലെങ്ത് ഓഫ് എ സ്കെയിൽ. ഒരു സ്കെയിലിന്റെ മാക്സിമം ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ, മാക്സിമം ലെങ്ത് ടു ബി മെഷേർഡ് ഇൻ ടു റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെഷർ ഓഫ് ഈച്ച് ഇന്റേണൽ ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗന്റെ ഇന്റേണൽ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 108 ഡിഗ്രി. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോണിക്സ് ഹാസ് ആൻ എക്സെൻട്രിസിറ്റി ആസ് യൂണിറ്റി. യൂണിറ്റി എക്സെൻട്രിസിറ്റി ഉള്ള, അതായത് 1 എക്സെൻട്രിസിറ്റി വരുന്ന കോണിക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ, പാരാബോള. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ഇൻ തേർഡ് ക്വാഡ്രന്റ് വിൽ ബി. തേർഡ് ക്വാഡ്രന്റിലുള്ള പോയിന്റിന്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫ്രണ്ട് വ്യൂ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. വിച്ച് ഈസ് ദ നെയിം ഓഫ് സർവേയിങ് ദ സെറ്റിംഗ് ഔട്ട് വർക്ക് ഓൺ ഗ്രൗണ്ട്. സർവേയിങ്ങിൽ വർക്ക് സെറ്റ് ഔട്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സർവേ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ലൊക്കേഷൻ സർവേ ആണ്. വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് എറർ ഇൻ 20 മീറ്റർ ചെയിൻ. 20 മീറ്റർ ചെയിനിൽ ഉണ്ടാകാവുന്ന പരമാവധി ഉണ്ടാകാവുന്ന എറർ എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ±5 mm. How the length is adjusted if the chain is found to increase in length than the standard length. സ്റ്റാൻഡേർഡ് ലെങ്ത്തിനേക്കാളും ചെയിനിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് അറിയാമെങ്കിൽ എങ്ങനെയാണ് ആ ചെയിനിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ, ബൈ റിമൂവിങ് സം ഓഫ് ദി റിങ്സ്. അപ്പൊ റിങ് റിമൂവ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ചെയിനിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വിച്ച് സർവേയിങ് ഈസ് ടേക്കൺ ടു ഡിറ്റർമിനിങ് ഡിഫറെന്റ് സ്ട്രാറ്റ ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിലുള്ള സ്ട്രാറ്റാസിനെ കുറിച്ച് പഠിക്കുന്ന സർവേ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, ജിയോളജിക്കൽ സർവേ. ചെയിൻ സർവേയിങ് യൂസസ് ദ പ്രിൻസിപ്പിൾ ഓഫ്. ചെയിൻ സർവേയിങ് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രയാങ്കുലേഷൻ. ഹൗ മെനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഇൻ സർവേയിങ്. സർവേയിങ്ങിൽ എത്ര ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 2 എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ മെട്രിക് ചെയിൻ ദ എൻഡ്സ് ഓഫ് എ ലിങ്ക് ഈസ് കണക്റ്റഡ് ബൈ. ഒരു മെട്രിക് ചെയിനിൽ എൻഡ് ലിങ്കുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എത്ര റിംഗ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 3 ഓവൽ റിംഗ്സ്. വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ആക്യുറസി ഓഫ് ദ ഫ്രെയിംവർക്ക് ഓഫ് സർവേ. ഒരു സർവേയുടെ ഫ്രെയിംവർക്കിന്റെ ആക്യുറസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈൻ ഏതാണ് എന്നാണ്.
ആൻസർ ഓപ്ഷൻ ബി ആണ് ചെക്ക് ലൈൻ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ സർവേ ലൈൻ? ഒരു സർവേ ലൈനിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, റേഞ്ചിങ്. വാട്ട് ഈസ് ദ ലാറ്ററൽ ഡിസ്റ്റൻസ് ഫ്രം ദ സർവേ ലൈൻ ടു ദി ഒബ്ജക്ട് മെഷേർഡ്? ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ സർവേ ലൈനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലാറ്ററൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? ഇതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ്സെറ്റ് ഉണ്ട്, ഒബ്ലീക്ക്, പെർപെൻഡിക്കുലർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേർ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഈസ് യൂസ്ഡ് ഇൻ സർവേയിങ്? സർവേയിങ്ങിൽ എവിടെയാണ് സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ലാർജ് സ്കെയിൽ സർവേ വിത്ത് ഡീറ്റെയിൽഡ് വർക്ക്. ഏരിയ ഓഫ് എ ട്രപ്പിസോയിഡ് ഈസ്, ഒരു ട്രപ്പിസോയിഡിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് മൾട്ടിപ്ലൈഡ് ബൈ ദി ഹാഫ് ദി സം ഓഫ് പെർപെൻഡിക്കുലേഴ്സ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ്? പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ആദ്യത്തെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഏതാണ്? സെന്ററിംഗ് ആണ്. ദ ബോക്സ് ഓഫ് ദ കോമ്പസ് ഈസ് മെയ്ഡ് ഓഫ്. പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ബ്രാസ്. ഇൻ എ പ്രിസ്മാറ്റിക് കോമ്പസ് വിച്ച് ഈസ് ഗ്രാജുവേറ്റഡ് അറ്റ് സൗത്ത് എൻഡ്? സൗത്ത് എൻഡിൽ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. പ്രിസ്മാറ്റിക് കോമ്പസിൽ സൗത്ത് എൻഡിൽ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ആംഗിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 0 ഡിഗ്രി. The whole circle bearing of a line is 236 degree 37 minutes. Its reduced bearing is, answer option A ആണ്, south 56 degree 37 minute west. The reduced bearing of a line is north 58 degree 24 minutes west. Its whole circle bearing is, answer option A ആണ്, 301 degree 36 minutes. Which is the included angle of ABC between the bearing of a line AB is 75 degree and bearing of BC is 110 degree? Answer option B ആണ്, 145 degree. What is the magnetic declination of the sun if the magnetic bearing of the sun at noon is 355 degree? Answer option A ആണ്, 5 degree east. What is the inclination of the needle with the horizontal in prismatic compass? Prismatic compassൽ നീഡിലിന്റെ ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടലുമായിട്ട് നീഡിൽ ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ പറയുന്ന പേരെന്താണെന്നാണ്. അതിനെയാണ് നമ്മൾ ഡിപ്പ് ഓഫ് ദ നീഡിൽ എന്ന് പറയുന്നത്. ലോക്കൽ അട്രാക്ഷൻ ഓഫ് ദ കോമ്പസ് സർവേയിങ് ഒക്കേഴ്സ് ഡ്യൂ ടു? എന്തുകൊണ്ടാണ് കോമ്പസ് സർവേയിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്? ഇതിന്റെ ആൻസർ, പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് നിയർ ദി ഇൻസ്ട്രുമെന്റ്. വിച്ച് ഈസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ OA ആൻഡ് OB ഇഫ് ദെയർ ബെയറിംഗ് ആർ 25 ഡിഗ്രി ആൻഡ് 340 ഡിഗ്രി? ഇതൊരു പ്രോബ്ലമാണ്. നേരത്തെ ചോദിച്ച പോലത്തെ പ്രോബ്ലം തന്നെയാണ്. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ 25 ഡിഗ്രിയും 340 ഡിഗ്രിയും 2 ലൈനുകളുടെ ബെയറിംഗ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. ആൻസർ 45 ഡിഗ്രി. ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 217 ഡിഗ്രി ആൻഡ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 2 ഡിഗ്രി വെസ്റ്റ്. ഫൈൻഡ് ദ മാഗ്നറ്റിക് ബെയറിംഗ്. ആൻസർ ഓപ്ഷൻ ബി, 219 ഡിഗ്രി. Which is the formula for calculating the sum of interior angles of a traverse? ട്രാവേഴ്സിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നാണ്. 2n-4 into 90 അല്ലെങ്കിൽ 2n-4 into right angles. Which method of plane table surveying is suitable when it is difficult or impossible to measure distance in a mountainous country and also used for checking distant object? പ്ലെയിൻ ടേബിൾ സർവേയിലുള്ള ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൗണ്ടൈനസ് കൺട്രിയിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്നും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഇന്റർസെക്ഷൻ ആണ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ സർവേയിങ് യൂസ്ഡ് ഫോർ ഫില്ലിംഗ് ഓഫ് ദ ഡീറ്റെയിൽസ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ് പ്രീവിയസ്ലി ഫിക്സഡ് ബൈ ട്രയാങ്കുലേഷൻ ഓർ തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ്? തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ പ്രീവിയസ്ലി ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റുകളെ ഒരു ഷീറ്റിൽ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർവേ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇത് പ്ലെയിൻ ടേബിൾ സർവേ ആണ്. നമുക്കറിയാം 2 പോയിന്റ് പ്രോബ്ലം, 3 പോയിന്റ് പ്രോബ്ലം ഒക്കെ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്ലെയിൻ ടേബിളിംഗിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് സ്മോൾ സ്കെയിൽ മാപ്സ്. സർവേയർ ക്യാൻ കമ്പയർ ദ പ്ലോട്ടഡ് വർക്ക് വിത്ത് ആക്ച്വൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഏരിയ സർവേഡ്. ഇറ്റ് ഈസ് നോട്ട് ഇന്റൻഡഡ് ഫോർ ആക്യുറേറ്റ് വർക്ക്. There is no possibility of omitting the necessary measurement as the map is plotted in the field. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്,
3. അതായത് ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റൻഡഡ് ഫോർ ആക്യുറേറ്റ് വർക്ക് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്ലെയിൻ ടേബിളിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. Which of the following instrument is used for marking the direction of the magnetic meridian on the paper in a plane table surveying? ഒരു പ്ലെയിൻ ടേബിൾ സർവേയിൽ മാഗ്നറ്റിക് മെറീഡിയൻ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആൻസർ ട്രഫ് കോമ്പസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the operation of placing the table over the station on the ground that the point plotted on the sheet corresponding to the station occupied should be exactly over the station on the ground is known as. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിന്റെ മുകളിലായിട്ട് പ്ലെയിൻ ടേബിളിനെ ഷീറ്റിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്, അതായത് താഴെ പ്ലോട്ട് ചെയ്തിട്ടുള്ള അതേ പോയിന്റിനെ തന്നെ ഫിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്, ആ ഓപ്പറേഷന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ സെന്ററിങ് ദ ടേബിൾ എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. The line joining the intersection of the crosshairs to the optical center of the object glass and its continuation is called as. ഒരു ലൈന്, ആ ലൈന് ക്രോസ് ഹെയറിന്റെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്ത് ഒബ്ജക്ട് ഗ്ലാസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെയും പാസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ലൈനിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 6 ടേമുകൾ കൊടുത്തിട്ടുണ്ട്. ലൈൻ ഓഫ് കൊളിമേഷൻ, ലൈൻ ഓഫ് സൈറ്റ്, പ്ലെയിൻ ഓഫ് കൊളിമേഷൻ, പ്ലെയിൻ ഓഫ് സൈറ്റ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, ആക്സിസ് ഓഫ് ദ ടെലിസ്കോപ്പ്. ഇങ്ങനെ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. 1ഉം അതേപോലെ തന്നെ 2ഉമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലൈൻ ഓഫ് കൊളിമേഷൻ എന്നും പറയാം, ലൈൻ ഓഫ് സൈറ്റ് എന്നും പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അബവ് ഓർ ബിലോ ദ ഡാറ്റം ഈസ് ഡാഷ് ഓഫ് ദ പോയിന്റ്. ഡാറ്റത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ ഉള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ആൻസർ. ദി എലിവേഷൻ. ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് ഇൻ വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു സെറ്റ് അപ്പ് ദ ലെവൽ ഇൻ സെവറൽ പൊസിഷൻസ് ആൻഡ് ടു വർക്ക് ഇൻ എ സീരീസ് ഓഫ് സ്റ്റേജസ്. ലെവലിംഗിൽ ഏത് ടൈപ്പ് ഓഫ് ലെവലിംഗിലാണ് ഓരോ പോയിന്റിലും ഓരോ പൊസിഷനിലും ലെവൽ വെച്ചുകൊണ്ട് ഒരു സീരീസ് ഓഫ് സ്റ്റേജ് വർക്കിനെ ഒരു സീരീസ് ഓഫ് സ്റ്റേജസ് ആയിട്ട് ചെയ്യേണ്ട ലെവലിംഗ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. അതായത് ഡിഫറൻഷ്യൽ ലെവലിംഗ്, കോമ്പൗണ്ട് ലെവലിംഗ്, കണ്ടിന്യൂസ് ലെവലിംഗ്. ഈ ലെവലിംഗ് ഒക്കെ എന്താണ്? പല പൊസിഷനുകളിലും ഇൻസ്ട്രുമെന്റ് വെച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ട്രിഗണോമെട്രിക് ലെവലിംഗ്. ട്രിഗണോമെട്രിക് ലെവലിംഗിൽ താഴെ കൊടുത്തിട്ടുള്ള ഏത് പോയിന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആൻസർ എ ആണ്. ദ എലിവേഷൻ ഓഫ് പോയിന്റ്സ് ആർ കമ്പ്യൂട്ടഡ് ഫ്രം ദ വെർട്ടിക്കൽ ആംഗിൾസ് and horizontal distance measured in the field. In precise leveling work, the effect of curvature is that the object sighted to appear. ഒരു പ്രിസൈസ് ലെവലിംഗ് വർക്കിൽ കർവേച്ചറിന്റെ ഇഫക്റ്റ് കാരണം ഒബ്ജക്റ്റ് നമുക്ക് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. ലോവർ ദാൻ ദേ റിയലി ആർ. എങ്ങനെയാണോ അതുള്ളത് അതിനേക്കാളും താന്നിട്ടാണ് നമുക്ക് കാണാം. അടുത്തത്, പിക്ക് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ദ അഡ്വാൻറ്റേജ് ഓഫ് റെസിപ്രോക്കൽ ലെവലിംഗ് ഈസ് ദാറ്റ് ഇറ്റ് എലിമിനേറ്റ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ അറ്റ്മോസ്ഫറിക് എറർ. ഫൈൻഡ് ദ കറക്ഷൻ ഫോർ കർവേച്ചർ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ള കർവേച്ചർ കറക്ഷൻ എത്രയാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1.256 മീറ്റേഴ്സ്. സെൻസിറ്റീവ്നെസ് ഓഫ് ബബിൾ ട്യൂബ് ഇൻക്രീസ്ഡ് ബൈ. ബബിൾ ട്യൂബിന്റെ സെൻസിറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഓൾ ഓഫ് ദി അബവ് ആണ്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ബബിൾ, ഡിക്രീസ് ഓഫ് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ലെവൽ ട്യൂബ്. ഈ 3 കാരണങ്ങൾ കൊണ്ടും ബബിൾ ട്യൂബിന്റെ സെൻസിറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യും. സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ഓഫ് എ നോൺ റെഡ്യൂസ് ലെവൽ ആസ് ഓൺ എ ബെഞ്ച് മാർക്ക് ഓർ എ ചേഞ്ച് പോയിന്റ്. ഒരു ചേഞ്ച് പോയിന്റിലോ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിലോ നമ്മൾ എടുക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ബാക്ക് സൈറ്റ്. If the higher values in a series of closed contour on a map are outwards, it indicates. ഒരു ക്ലോസ്ഡ് കോണ്ടൂർ മാപ്പിൽ ഹയർ വാല്യൂസ് എന്താണ്? ഔട്ട്വേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഡിപ്രഷൻ. ദ പ്രോസസ് ഓഫ് സ്പേസിംഗ് ദ കോണ്ടൂർസ് പ്രൊപ്പോർഷണലി ബിറ്റ്വീൻ ദ പ്ലോട്ടഡ് ഗ്രൗണ്ട് പോയിന്റ്സ് ഈസ് ദി. ഗ്രൗണ്ടിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സിൽ നമ്മൾ കോണ്ടൂസിനെ പ്രോപ്പറായിട്ട് സ്പേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്, ഷീറ്റിൽ നമ്മൾ സ്പേസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂസ് എന്നാണ് പറയാം. ദ പ്രിസ്മോയിഡൽ ഫോർമുല ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് വോളിയം ക്യാൻ ബി അപ്ലൈഡ് ടു ഡാഷ് നമ്പർ ഓഫ് സെക്ഷൻസ്. എത്ര നമ്പർ ഓഫ് സെക്ഷൻസ് വന്നാലാണ് പ്രിസ്മോയിഡൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ സി ആണ്. ഓഡ് നമ്പേഴ്സ്. The light, compact hand instrument of low precision used for measuring angles of elevation and depression. ഡിപ്രഷന്റെയും എലിവേഷന്റെയും ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അബ്നി ലെവൽ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോർബൽ എബവ് ദ ഫ്ലോർ ലെവൽ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഫ്ലോർ ലെവലിൽ നിന്ന് കോർബലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. റെഡ്യൂസ് ലെവൽ ഓഫ് ദ ഫ്ലോർ ലെവൽ 98.58 കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫ് റീഡിംഗ് ഓൺ ദ ഫ്ലോർ 1.055 മീറ്റർ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ഓൺ ദ സ്റ്റാഫ് ഹെൽഡ് ഇൻവേർട്ടഡ് ടച്ചിങ് ദ ബോട്ടം പോർഷൻ ഓഫ് ദ കോർബൽ ഈസ് 3.065 മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4.12 മീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോക്കസിംഗ് ദ ഐ പീസ് ആൻഡ് ഒബ്ജക്ട് ഗ്ലാസ് ഇൻ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് എ ലെവൽ ഈസ് പെർഫോംഡ് ടു. ലെവലിംഗില് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഐ പീസും ഒബ്ജക്ട് ഗ്ലാസും ഫോക്കസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ, ടു എലിമിനേറ്റ് പാരലാക്സ് എറർ. The various sizes of theodolite varying from 8 cm to 25 cm is defined by the. തിയോഡ്ലൈറ്റിന്റെ പല സൈസുകൾ 8 സെന്റിമീറ്റർ മുതൽ 25 സെന്റിമീറ്റർ വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡയമീറ്റർ ഓഫ് ദ ഗ്രാജുവേറ്റഡ് സർക്കിൾ ഓൺ ദി ലോവർ പ്ലേറ്റ്. The lower plate, also called as the scale plate of a theodolite, is graduated from. ലോവർ പ്ലേറ്റ് എത്ര മുതൽ എത്ര വരെയാണ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 0 to 360 ഡിഗ്രി. The process of turning the telescope over its supporting axis through 180 degree in a vertical plane is called as. ഒരു ടെലിസ്കോപ്പിനെ അതിന്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രാൻസിറ്റിംഗ്. The sensitiveness of sensitivity of level tube is expressed in terms of. ഒരു ലെവൽ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിന്റെ ടേംസിലാണെന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. Radius of the curvature, angular value of one division of the scale, angle subtended at the center by an arc of one division of the scale. ഈ രൂപത്തിലൊക്കെ നമ്മൾ സെൻസിറ്റിവിറ്റിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. The theoretic sum of exterior angle of a closed traverse should be equal to dash right angles. ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മിന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതാണ് ചോദ്യം. ആൻസർ 2n+4 × 90 ആണ്. ഡാഷ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞോണ്ട് 2n+4. ആൻസർ ഓപ്ഷൻ എ ആണ്. ദ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് f/i ഓഫ് എ ടാക്യോമീറ്റർ ഈസ്. ഒരു ടാക്യോമീറ്ററിന്റെ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ്, അതായത് f/i എന്ന് പറയുന്ന വാല്യൂ എത്രയാണ് എന്നാണ്. ഓപ്ഷൻ സി ആണ്, 100. ഹൊറിസോണ്ടൽ കർവ് ആർ പ്രൊവൈഡഡ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ടു ചേഞ്ച് ദി. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ കർവ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ്. ഓപ്ഷൻ ബി ആണ്, ഡയറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ കർവ് മേ ബി ഡെസിഗ്നേറ്റഡ് ബൈ. ഒരു കർവ് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ റേഡിയസ്, ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി സെന്റർ ബൈ എ കോഡ് ഓഫ് പെർട്ടിക്കുലർ ലെങ്ത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. ദ സ്റ്റേഡിയ മാർക്കിംഗ്സ് ഓൺ എ ടാക്യോമീറ്റർ ആർ മെയ്ഡ് ഓൺ. ഒരു ടാക്യോമീറ്ററിലുള്ള സ്റ്റേഡിയ മാർക്കിംഗ്സ് എവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡയഫ്രം. റീഡിംഗ് ബോത്ത് ദ വെർണിയേഴ്സ് ഓഫ് എ തിയോഡലൈറ്റ് എലിമിനേറ്റ്സ്. ഒരു തിയോഡലൈറ്റിന്റെ രണ്ട് വെർണിയറുകൾ റീഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് എററാണ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി, എക്സെൻട്രിസിറ്റി എറർ. വിച്ച് ഇഡിയം ഇൻസ്ട്രുമെന്റ് ഈസ് ഫാബ്രിക്കേറ്റഡ് ആൻഡ് വർക്ക്ഡ് ഓൺ ദി പ്രൊപ്പഗേഷൻ ഓഫ് മോഡുലേറ്റഡ് ലൈറ്റ് വേവ്സ്. മോഡുലേറ്റഡ് ലൈറ്റ് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇഡിയം ഇൻസ്ട്രുമെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, ജിയോഡിമീറ്റർ. ഇൻ മോഡേൺ സർവേയിങ് GIS സ്റ്റാൻഡ്സ് ഫോർ. GISന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ആസ് പെർ ദ തിയറി ഓഫ് ഇഡിയം, വിച്ച് ഈസ് നോട്ട് ദ ഫണ്ടമെന്റൽ മെഷർമെന്റ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ഇഡിഎമ്മിന്റെ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരു ടോട്ടൽ സ്റ്റേഷന്റെ ഫണ്ടമെന്റൽ മെഷർമെന്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ലെവൽ ഡിഫറൻസ്. ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ ആൻഡ് സ്ലോപ്പ് ഡിസ്റ്റൻസിനെയാണ് ഫണ്ടമെന്റൽ മെഷർമെന്റ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. For accurate centering of modern theodolite, especially in windy climate, which arrangement is most suitable? Windy climate ഉണ്ടാവുമ്പോൾ ഒരു മോഡേൺ തിയോഡലൈറ്റിന്റെ സെന്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ളതാണ്. ആൻസർ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്. Surveying, which deals with the mapping of large water bodies for the purpose of navigations, construction of harbor work, prediction of tides, etc. ഹാർബർ വർക്കിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടൈഡ്സിന്റെ പ്രഡിക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലാർജ് വാട്ടർ ബോഡിയുടെ മാപ്പിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. വിച്ച് പാർട്ട് ഓഫ് ഇഡിയം ഇൻസ്ട്രുമെന്റ് പ്രൊപ്പഗേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്?
EDM ഇൻസ്ട്രുമെന്റിന്റെ ഏത് പാർട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ട്രാൻസ്മിറ്റർ. The number of times the electromagnetic wave completes a cycle in 1 second is termed as. ഒരു സെക്കൻഡിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ സൈക്കിളിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഫ്രീക്വൻസി. ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ദി ബെഡ് ഡെപ്ത് ഓഫ് വാട്ടർ ബോഡി ഈസ് കോൾഡ് ആസ്. ഒരു വാട്ടർ ബോഡിയുടെ ബെഡ് ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സ്, അതിന് പറയുന്ന പേര് സൗണ്ടിങ് എന്നാണ്. ഷോർട്ട് കട്ട് കീ എ ഈസ് യൂസ് ടു ക്രിയേറ്റ് ഡാഷ് ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിൽ എ എന്ന് പറഞ്ഞ ഷോർട്ട് കീ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ ബി ആർക്ക്. ഇൻ ഓട്ടോകാഡ് ദ ഫുൾ ഫോം ഓഫ് UCS ഈസ്, UCS എന്ന് പറഞ്ഞാൽ എന്താണ് ഓട്ടോകാഡിൽ? യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. കമാൻഡ് യൂസ് ടു ഡെലീറ്റ് എ പോർഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് സ്പെസിഫൈഡ് ബൈ എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻ എൻഡിംഗ് പോയിന്റ് ഈസ്. ഒരു ഒബ്ജക്റ്റിന് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും ഉണ്ടെന്ന് വിചാരിക്കുക. അതിലുള്ള ഒരു പോർഷൻ ഡെലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ബ്രേക്ക്. ഷോർട്ട് കട്ട് യൂസ്ഡ് ഇൻ ഓട്ടോകാഡ് ഫോർ പേസ്റ്റിംഗ് ഒബ്ജക്ട്. ഒബ്ജക്റ്റ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കൺട്രോൾ V. എ filled ring of 2 different diameter with a specified center, the command used to create in AutoCAD is. രണ്ട് ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള ഫിൽഡ് റിങ്ങുകൾ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഡോണട്ട്. ഫോർ ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ് യൂസ് ഫംഗ്ഷൻ കീ. ഏത് ഫംഗ്ഷൻ കീ ഉപയോഗിച്ചിട്ടാണ് ഓ സ്നാപ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉപയോഗിക്കുന്നത് എന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി F11. To create multiple copies of selected object in a regular interval in a rectangular or polar form, most suitable command in AutoCAD. AutoCADൽ ഉപയോഗിക്കുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കമാൻഡ് ഏതാണ്? റെക്ടാങ്കുലർ ആയിട്ടോ അല്ലെങ്കിൽ പോളാർ ഫോമിലോ റെഗുലർ ഇന്റർവെല്ലിൽ ഒരു ഒബ്ജക്റ്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറേ ആണ്. അടുത്തത് ഫംഗ്ഷൻ കീ ഫോർ ഓൺലൈൻ ഹെൽപ്പ് ഇൻ AutoCAD. ഓട്ടോകാഡിൽ ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ F1. യൂണിറ്റ് ഓഫ് എനർജി, എനർജിയുടെ യൂണിറ്റ് ജൂൾ. ഇഫ് A is to B equal to 6:9 and B is to C is equal to 27:54, then A is to B is to C എത്രയാണ്? 2:3:6. 60% of number is 6. Identify the number. ഒരു നമ്പറിന്റെ 60% എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 10 ആണ്. When a cone is cut by a plane parallel to the base and upper part is removed, the balance portion is known as. ഒരു കോണിനെ എന്ത് ചെയ്യാണ്? ഒരു ബേസിന് പാരലൽ ആയിക്കൊണ്ട് ഒരു പ്ലെയിന് കട്ട് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ അപ്പർ പാർട്ട് റിമൂവ് ചെയ്താൽ ബാലൻസ് പോർഷന് പറയുന്ന പേരെന്താണ്? അതിനെയാണ് ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയുന്നത്. ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ ഹെമിസ്ഫിയർ ഇസ് D, then its volume is. ഒരു ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ D ആണെങ്കിൽ അതിന്റെ വോളിയം എത്ര? ഇറ്റ് ഈസ് π/12 ഓഫ് D³. πd³/12. 1 + tan square theta എന്താണ്? ഇറ്റ് ഈസ് sec² theta. The bond formed by sharing of electrons between atoms rather than by transfer of electrons is. ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ബോണ്ടിന് പറയുന്ന പേരെന്താണ്? ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാതെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ബോണ്ടിന് പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ മാസ് പെർ യൂണിറ്റ് വോളിയത്തിന് പറയുന്നത് ഡെൻസിറ്റി. യൂണിറ്റ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഇറ്റ് ഈസ് സിംപ്ലി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. A iron ball of 2 kg is dropped from a height of 10 meter. What will be the velocity when it reaches the ground level if acceleration due to gravity is 9.8 meter per second? Answer option C, 14 meter per second. The quantity of heat required to raise the temperature of a substance by 1 Celsius degrees. 1 degree Celsius ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പേരെന്താണ്? അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. നട്ട് ക്രാക്കർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലിവർ ഓഫ് സെക്കൻഡ് ഓർഡർ. ദ റോക്സ് ഫോംഡ് ഡ്യൂ ടു പോറിംഗ് ഓഫ് മാഗ്മ അറ്റ് എർത്ത് സർഫസ് ആർ. എർത്ത് സർഫസിൽ മാഗ്മ പോർ ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന റോക്കിന്റെ പേര് വോൾക്കാനിക് റോക്സ്. The perfect binding of alumina and sand is happened during dash process of brick manufacturing. ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ
അലൂമിനയും അതേപോലെ തന്നെ സാൻഡും പെർഫെക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിലാണ്? ഓപ്ഷൻ ഡി, ബേണിംഗ്. ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ സ്ലേക്കിംഗ് ഓഫ് ക്വിക്ക് ലൈം. ക്വിക്ക് ലൈം സ്ലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്, അതിന് നമ്മൾ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറയും. The defect in timber which is due to over maturity or by poor ventilation during storage. സ്റ്റോറേജിന്റെ സമയത്തുള്ള പൂർ വെന്റിലേഷൻ കാരണം അല്ലെങ്കിൽ ഒരു ടിമ്പറിന്റെ ഓവർ മെച്യൂരിറ്റി കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ്, അതിന് പറയുന്ന പേര് ഫോക്സിനസ്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സിമെന്റ് യൂസ്ഡ് ഇൻ വർക്ക്സ് ഓഫ് അണ്ടർ വാട്ടർ ഓർ റണ്ണിംഗ് വാട്ടർ കോൺക്രീറ്റ്. അണ്ടർ വാട്ടർ കോൺക്രീറ്റിലോ അല്ലെങ്കിൽ റണ്ണിംഗ് വാട്ടർ കോൺക്രീറ്റിലോ നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് ഏതാണ്? അതിനെയാണ് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് എന്ന് പറയുന്നത്. The arrangement of taking one road over or under another by means of a bridge when two or more roads meet or cross each other. ഒരു ക്രോസിൽ രണ്ടോ അതിലധികമോ റോഡുകൾ മീറ്റ് ചെയ്യുന്നത് കാരണം ഒരു റോഡിനെ മറ്റൊരു റോഡിന്റെ മുകളിലൂടെയോ അല്ലെങ്കിൽ താഴത്തൂടെയോ ഒരു ബ്രിഡ്ജ് വഴി കൊണ്ടുപോകുന്നതിന് പറയുന്ന പേരെന്താണ്? അതിനെയാണ് ഗ്രേഡ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ അറ്റ് പെർട്ടിക്കുലർ ടൈം ഓർ ക്രോപ്പ് സീസൺ. ഒരു ക്രോപ്പ് സീസണിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലോ ഒരു ഏരിയയിൽ ക്രോപ്പ് വളർത്തുന്നതിന് പറയുന്ന പേര് കൾട്ടറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ഇൻ ഇൻഡിവിജ്വൽ വാൾ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ്, ഷോർട്ട് വാൾ ലെങ്ത് ഇൻ ടു ഇൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഫോർമുല. എസ്റ്റിമേറ്റിലുള്ള ഒരു ഇൻഡിവിജ്വൽ വാൾ മെത്തേഡിൽ ഷോർട്ട് വാളിന്റെ ലെങ്ത് ഇൻ ടു ഇൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഫോർമുല ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, സെന്റർ ടു സെന്റർ ലെങ്ത് മൈനസ് 1 ബ്രെഡ്ത്ത് ഓഫ് ദി പെർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്ക്. അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.